ഹലോ ഗൈസ്, നമ്മൾ കുറച്ച് കാലമായിട്ട് തിരക്കൊണ്ട് നമുക്ക് ചാനലിൽ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ തുടർച്ചയായിട്ട് എൻ്റെ ചാനലിലേക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് കാലമായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ജീപ്പ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ജീപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് അപ്ഡേഷനൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മളെടുത്ത് നമ്മുടെ ജീപ്പ്. അപ്പോൾ നമ്മളിത് കൊണ്ടുവന്ന സമയത്ത് തന്നെ നമ്മൾ ചെറിയൊരു അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ റേഡിയൽ ടയറായിരുന്നു നമ്മുടെ വണ്ടിക്ക് പുറകുവശത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെളിയായതുകൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ കയറ്റമൊന്നും വണ്ടി കറക്റ്റായിട്ട് എടുക്കുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്രിപ്പ് കുറവായതുകൊണ്ട് വണ്ടി നിന്ന് തിരിയുക. അപ്പോൾ നമ്മൾ പുറകത്തെ 2 ടയർ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ സാധാരണ സ്റ്റോക്കിൽ വരുന്ന ആ ജീപ്പ് കട്ട നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. പുറകിലെ 2 ടയറും നമ്മൾ ജീപ്പ് കട്ടയിലേക്ക് ഒന്ന് ചേഞ്ചാക്കി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വണ്ടി എടുത്ത സമയത്ത് നമുക്ക് വണ്ടിക്കകത്ത് മാറ്റും സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് വെച്ചപ്പോൾ ഇതുപോലെ നമ്മൾ പുതിയൊരു മാറ്റ് സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിന് ടെമ്പറേച്ചറിൻ്റെ ഒരു മീറ്റർ നമുക്ക് വർക്കിംഗ് അല്ലായിരുന്നു. അത് നോക്കുമ്പോൾ മീറ്റർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അതൊക്കെ ഒരു 400 സംതിങ് രൂപ റേഞ്ച് വിലയുള്ളൂ. അപ്പോൾ അതൊന്ന് നമ്മൾ മാറ്റിയിട്ടു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ വാണിംഗ് ലാംപ്സ് ഒന്നും കറക്റ്റ് വർക്കിംഗ് അല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് പോയ ബൾബും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എൻജിൻ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയിലാണ്. ഇത് മുന്നേ ഉപയോഗിച്ചിരുന്നവർ നല്ല രീതിയിൽ വൃത്തികേടാക്കിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിൻറ്റിങ്ങൊന്നും പക്കാൻ നീറ്റൊന്നും അല്ല, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ വാരി ഒക്കെ അടിച്ചിട്ടുള്ളൊരു പെയിൻറ്റിങ്ങാണ്. അപ്പോൾ നമുക്കതൊരു വൃത്തിയായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇതെന്തായാലും നമുക്ക് സാവധാനത്തിൽ വണ്ടി ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സാവധാനത്തിൽ ഈ പെയിൻറ്റൊക്കെ ഒന്ന് മാറ്റി ഈ എൻജിൻ്റെ ഈ റൂമിൽ പെയിൻറ്റൊക്കെ ഒന്ന് നീറ്റായിട്ടൊന്ന് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വണ്ടി എടുത്ത സമയത്ത് തന്നെ പിന്നെ നമ്മൾ ഈ റേഡിയേറ്ററിനൊരു അഡീഷണൽ ഒരു ടാങ്ക് സെറ്റ് ചെയ്തിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ മാറ്റിയിട്ട് കൂളൻ്റ് ആക്കുകയും ചെയ്തു. ഇത് നമുക്ക് ഓവർഫ്ലോ എന്ന് വെച്ചാൽ കുറവുള്ള സമയത്ത് ഇതിൽ നിന്ന് അങ്ങോട്ട് റിട്ടേൺ വലിച്ചോളും. കൂടുതൽ വരുന്നത് തിരിച്ച് ഈ ടാങ്കിലേക്ക് തന്നെ തിരിച്ച് വരും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ടാങ്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ നമുക്ക് കംപ്ലയിൻറ്റ്സ് സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. എന്ന് വെച്ചാൽ വണ്ടി ഇത് സാധാ DI ആയതുകൊണ്ട് തന്നെ 4+1 3+1 ആണ് ഇതിന് ഗിയർ ബോക്സ് ഉള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഒന്ന് 4+1 ഒന്ന് ഗിയർ ബോക്സ് ചേഞ്ച് ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ രീതിയിലേക്കുള്ള ഒരു അപ്ഗ്രേഡേഷൻ എന്താണെങ്കിലും ഒന്ന് ചെയ്യണം. എന്ന് വെച്ചാൽ ഫ്രണ്ടിലുള്ളത് ഈ സെയിം ത്രെഡായിരുന്നു നമുക്ക് റിയറിലുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ആ ടയർ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ല. പക്ഷേ എന്ന് വെച്ചാൽ ഗ്രിപ്പ് കുറവായതുകൊണ്ട് നമുക്ക് ചെളിയൊന്നും ആകുമ്പം വണ്ടി വലിക്കില്ല, നിന്ന് തിരിയല്ലാണ്ട് നമുക്കെന്താണെന്ന് വെച്ചാൽ കയറി പോരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താക്കുന്നത് വെച്ചാൽ അതൊന്ന് മാറ്റി. പിന്നെ ഇതിന് ഈ സ്റ്റോക്കിലുള്ള കളറൊന്നും അല്ല നമ്മുടെ എൻജിനുള്ളത്. ഇതൊക്കെ ആർക്കും ഒരു വാരിത്തൂറി അടിച്ച ഒരു പെയിൻറ്റിങ് ആണ്. എന്ന് വെച്ചാൽ മൊത്തം ഈ ഫാനിലും അതുപോലെ തന്നെ ഇഞ്ചക്ടേഴ്സിൻ്റെ ഈ സൈഡിൽ മൊത്തം, പിന്നെ അതുപോലെ തന്നെ ഈ ഫിൽറ്റേഴ്സിൻ്റെ ഒക്കെ ഈ സൈഡിൽ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പെയിൻറ്റൊക്കെ പാറി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമുക്കും വർക്കിൻ്റെ ഒരു തിരക്കായതുകൊണ്ട് ഇതിലേക്ക് കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ള ടൈം കിട്ടിയില്ല. എന്ന് വെച്ചാൽ നമ്മളൊന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്ന രീതിയിലേക്ക് ഒന്ന് മാറ്റിയെടുത്തുന്നുള്ളൂ. അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇത് മൊത്തം ഒന്ന് അഴിച്ചിട്ട് എൻജിനൊക്കെ നല്ല നീറ്റായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണമെന്നുണ്ട്. പിന്നെ നമുക്ക് ഉള്ളിലാണെങ്കിൽ തന്നെ വണ്ടിക്ക് റെസ്റ്റും സംഭവങ്ങളൊന്നും ഇല്ല. ഉള്ളിൽ ഒക്കെ നല്ല നീറ്റാണ്. അതുപോലെ തന്നെ പുറകിലെ ബോഡി ആ ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഇത് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം പുതിയ അടിച്ച സിങ്കൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. അടിച്ച പെയിൻറ്റ് മാത്രം പൊളിഞ്ഞു പോയെന്നുള്ളൂ. അപ്പോൾ നമുക്ക് പണിത്തിരക്കൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പെയിൻറ്റ് ഇതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അണ്ടർ ബോഡി കോട്ട ഒന്ന് ചെയ്തെടുക്കണം അടി മൊത്തത്തിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ രീതിയിലേക്ക് കുറച്ചൊരു അപ്ഗ്രേഡ് ചെയ്തെടുക്കണം വണ്ടി. ഗിയർ ബോക്സൊക്കെ ഒന്ന് ചേഞ്ചാക്കി. പിന്നെ ഈ ഒരു വുഡ് കാണുമ്പോൾ തന്നെ ഒരു വലിയ എടുപ്പില്ലാത്തൊരു വുഡാണ്. അപ്പോൾ അത് മാറ്റിയിട്ടൊരു ബ്ലാക്കിൽ ഒരു വുഡ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഹെഡ് ലാമ്പ് നമുക്ക് സാധാ സ്റ്റോക്കിൽ വരുന്ന ടൈപ്പ് തന്നെ ഹെഡ് ലാമ്പാണ് ഇപ്പോൾ വണ്ടിയിൽ നിലവിലുള്ളത്. അപ്പോൾ നമുക്ക് അതൊന്ന് മാറ്റിയിട്ട് മറ്റേ LED ടൈപ്പ് നമുക്ക് ആ ലീഗലി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള LED ലാംപ്സ് ഉണ്ട്. ആ ലാമ്പൊന്ന് സെറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ നമ്മൾ ഇനി തുടർച്ചയായി വീഡിയോസൊക്കെ നമുക്ക് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിതുപോലെ നമ്മുടെ വണ്ടിയുടെ അപ്ഗ്രേഡേഷൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് എല്ലാ വീഡിയോയും നമ്മൾ നിങ്ങൾക്ക് ഇട്ടിട്ട് കൂടെ അറിയിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം. ഓക്കേ.